നേരെ മഞ്ചേരിയിലെ പൊതുവേദിയിലേക്ക് പോവുകയാണ്. 10,000-കണക്കിന് ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മഴയൊക്കെ അവഗണിച്ച് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. DMK-യുടെ കൊടിയും പതാകയും ഒക്കെ ഉയർത്തി അൻവറിന്റെ പടം നെഞ്ചിൽ തൂക്കി ഹൃദയത്തിലുണ്ട് അൻവർ എന്ന് പറഞ്ഞ അണികളെ പ്രവർത്തകരെയൊക്കെ നമുക്ക് കാണാം. അപ്പം 1 ലക്ഷത്തോളം ആളുകൾ ഇവിടേക്ക് വന്നു ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് ഷഹീദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഷഹീദ്, വാക്കുകളിൽ അത്രമേൽ കോൺഫിഡൻസ് ഉണ്ട് അൻവറിന്റെ, പതാകയിൽ തീപ്പന്തമുണ്ട്, വേദിയിൽ ആളിക്കത്തുമോ അൻവർ ഇന്ന്? ആര്യ, അൻവർ ഈ പൊതുവേദികൾ കിട്ടിയാൽ ഒട്ടും മോശമാക്കാറില്ല. അദ്ദേഹം വലിയ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ മുഴുവൻ അദ്ദേഹം പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും സംസ്ഥാന രാഷ്ട്രീയത്തിനെതിരെയും വലിയ മൂർച്ചയുള്ള വാക്കുകൾ അദ്ദേഹം പ്രയോഗിക്കാറുണ്ട്. അത്തരം പ്രയോഗങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാകും. പക്ഷേ അതിലുപരിയായി അദ്ദേഹം ഇനി എങ്ങനെ സംഘടനാപരമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ സംവിധാനം, ഈ അൻവറിന്റെ ആരാധകരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. അതായത് നിലമ്പൂരിലെ ഒരു MLA മാത്രമായിരുന്ന മറ്റ് കേരള രാഷ്ട്രീയത്തിൽ ചില ആരോപണങ്ങളും വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രം കേട്ടിരുന്ന ഒരു പേര് വളരെ പെട്ടെന്ന് കേരളത്തിൽ വലിയൊരു ആരാധക വൃന്ദമുള്ള ഒരാളായി അൻവർ മാറി. ഈ ആരാധക വൃന്ദമാണ് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളത്. ഈ കൂട്ടത്തെ എങ്ങനെയാണ് ഇനി രാഷ്ട്രീയപരമായി പ്രത്യുൽപാദനം നടത്താൻ വേണ്ടി അൻവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം ആദ്യം പറഞ്ഞത് താൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല, ജനങ്ങൾ എന്താണ് തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ജനങ്ങൾ തീരുമാനിക്കട്ടെ, അതിനൊപ്പം നിൽക്കുന്നു പറയുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ തീരുമാനം അദ്ദേഹം ഒരു തുറന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിലേക്ക് അദ്ദേഹം മാറ്റുന്നു. പിന്നീട് വളരെ ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം DMK എന്നുള്ളൊരു തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംവിധാനവുമായി ഒരു ധാരണയിൽ അത്തരം ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തുനിഞ്ഞിറങ്ങുന്നു. അതായത് കാത്തിരിക്കാൻ അദ്ദേഹത്തിന് ഒട്ടും സമയമുണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഓരോ നീക്കങ്ങളും ചടുലമായ നീക്കങ്ങളായിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ചർച്ച പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവില്ല എന്ന് തോന്നിയ സമയത്ത് ഉടൻ തന്നെ അദ്ദേഹം DMK എന്ന പേരിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നുള്ള പേരിൽ മറ്റൊരു സംഘടന ഉണ്ടാക്കുന്നു. പക്ഷേ ഇനി ഈ സംഘടന കേരളത്തിൽ എങ്ങനെയാണ്? മാസമായി PV അൻവറിനെ കേന്ദ്രീകരിച്ച് ചുറ്റിപ്പറ്റി അൻവർ പറഞ്ഞ ആരോപണങ്ങളിൽ തന്നെയാണ് കേരള രാഷ്ട്രീയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ നെക്സസ് ആണ് കേരളത്തിൽ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞാണ് അൻവർ തുടങ്ങിയത്. അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിലേക്കൊക്കെ എത്തിയത്. എന്തായാലും ഒരു തിരുത്തൽ ശക്തിയായി കേരളത്തിൽ അൻവറും അൻവറിന്റെ പാർട്ടിയും വരികയാണെങ്കിൽ മാറുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത് വെയിറ്റ് ആൻഡ് സീ. അത് നമുക്ക് അപ്പുറം പറയാം. അത് അപ്പുറം പാക്കലയ്യ. ഒരു വലിയ ആത്മവിശ്വാസ പ്രകടമാണ്. ഇതേ ഒരു ഊർജ്ജം നിലമ്പൂരിൽ കണ്ടതിന് ഇരട്ടി കാണാൻ പറ്റുന്നതാണോ? അല്ല, മുന്നാടിയെ കോൺഫിഡൻസ് ഇരിക്കും, ഇപ്പോഴും കോൺഫിഡൻസ് ഇരിക്കും, നാളേക്കും കോൺഫിഡൻസ് ഇരിക്കും. ഇനി അങ്ങോട്ട് തമിഴിലേക്ക് മാറുകയാണ് നമ്മുടെ നിലമ്പൂർ MLA PV അൻവർ. തമിഴ് മറ്റും പേസുവേൻ എന്ന് പറഞ്ഞാണ് ഒതായിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. നമ്മളൊക്കെ പാടുപെടുമെന്നാണ് തോന്നുന്നത്. അവിടെ പാട്ടും മേളവുമായി തകർക്കുകയാണ് മഞ്ചേരിയിലെ പൊതുവേദിയിൽ ആളുകൾ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ബാൻഡ് മേളമൊക്കെ ഉണ്ട്. അല്പസമയത്തിനകം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ PV അൻവർ ആ പൊതുവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അൻവറിനെ കേൾക്കാൻ വേണ്ടി എത്തിയ ആളുകളുടെ ഒരു ബാഹുല്യമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻവറിനെ സ്വീകരിക്കാൻ വേണ്ടി ഇതാ ബാൻഡ് മേളവും ആളുകളുടെ ആരവും ഒക്കെ തയ്യാറാണ്. അൻവർ ഇനി അങ്ങോട്ട് എത്തിയാൽ മതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അരുൺ അമൃത നമുക്കിപ്പം തുടരുന്നുണ്ട്. അരുൺ, എവിടെ എത്തി? മഞ്ചേരിയിലെ പൊതുവേദിയിലേക്ക് എപ്പോൾ എത്തും നിങ്ങൾ? ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ ഏകദേശം നമ്മൾ ഈ മഞ്ചേരി ജംഗ്ഷന് സമീപത്തേക്കായി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മഞ്ചേരിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ജംഗ്ഷന് നമ്മളിപ്പോൾ ഉള്ള ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വഴികൾക്കപ്പുറത്താണ് പൊതുവേദിയുള്ളത്. അവിടേക്ക് നീങ്ങുകയാണ് PV അൻവർ. നേരത്തെ വേദിയിലെ തമിഴ് ഗാനങ്ങൾ കേട്ടു, അൻവറിന്റെ തമിഴ് ഡയലോഗുകൾ കേട്ടു. ഇപ്പോൾ MLA യുടെ വാഹനമാണ് നമുക്ക് തൊട്ടു മുന്നിലായി ദൃശ്യങ്ങളിൽ കാണുന്നത്. MLA യുടെ
ഇത്തരത്തിൽ അൻവർ ഉയർത്തുന്ന ഈ അൻവർ സ്റ്റൈൽ തന്നെ പ്രതീക്ഷിച്ച ഒരു ആക്ഷൻ ഹീറോ സ്റ്റൈലിൽ അൻവർ വേദിയിലേക്ക് എത്തുമ്പോൾ അത് കാത്ത് നിരവധി പേരുണ്ട്. ഇപ്പോൾ അവിടെ ആരവങ്ങളാണ്, പാട്ടുകൾ കേട്ടു, ബഹളങ്ങൾ കേട്ടു. ഇനി അൻവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വേദി നിശബ്ദമാകുമ്പോൾ അൻവർ പറയാനുള്ളത് എന്ന് കേൾക്കാനാണ് ആ വേദിയിലുള്ളവരെല്ലാം അവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ 1.5 മാസക്കാലമായി നമ്മളൊക്കെ ഫോക്കസ് അവിടേക്ക് എത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രതിപക്ഷം ഉൾപ്പെടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ പറഞ്ഞ കാര്യം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ, അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം, ഇപ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ. അൻവറിനെ സംബന്ധിച്ച് അൻവർ രാഷ്ട്രീയത്തിൽ ഒരു വിവാദ നായകനായിരുന്നു. 2016 ഇടത് സ്വതന്ത്ര MLA ആയി തന്നെ നിയമസഭയിലേക്ക് എത്തുന്നു. 2021 രണ്ടാം തവണ എത്തുന്നു. ആര്യാടൻ പ്രഭാവത്തിന് നിലമ്പൂരിൽ മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് PV അൻവറിന്റെ ഉദയം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ PV അൻവർ പിന്നീട് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴൊക്കെ സംരക്ഷണം ഒരുക്കിയ പാർട്ടി, ആ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് വീണ്ടും അൻവർ ഈ കേരള രാഷ്ട്രീയത്തിന്റെ ഫോക്കസിലേക്ക് വന്നിരിക്കുന്നു. ഇതൊരു സെക്കൻഡ് ഫേസ് ആണ്. അൻവറിന്റെ രാഷ്ട്രീയത്തിലെ തന്നെ അൻവറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു കാലം. അത്തരത്തിൽ ഈ അൻവർ എന്താണ് ഇനിയും ബാക്കിയാക്കുന്നതെന്ന് ഓരോ ദിനവും ഓരോ ഘട്ടത്തിലും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ രാഷ്ട്രീയ കേരളം നമ്മൾ കണ്ടതാണ്. അത് അത്തരത്തിലുള്ള സസ്പെൻസ് അൻവർ എപ്പോഴും അവശേഷിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആര്യ. ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തുമ്പോൾ ആരവങ്ങൾക്ക് നടുവിലേക്ക് അൻവർ എത്തുമ്പോൾ അൻവറിനെ സ്വീകരിക്കാനായ ഒരു ആൾക്കൂട്ടം അവിടെയുണ്ട്. അൻവർ തന്നെ പറഞ്ഞ് ബാക്കിയാക്കിയതാണ്. അത്തരത്തിലൊരു ശക്തി പ്രകടനമാണ് അൻവർ ലക്ഷ്യമിടുന്നത്. നിലമ്പൂരിൽ കണ്ടതുപോലെ അന്ന് വലിയ അവകാശവാദങ്ങളൊന്നും PV അൻവറിന് ഉണ്ടായിരുന്നില്ല. അന്ന് 200 പേര് വരും, 50 കസേര ഇടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻവറിന്റെ ഒരു നയം നമ്മൾ കണ്ടതാണ്. ഒരു തന്ത്രമായിരുന്നു, രാഷ്ട്രീയ തന്ത്രമായിരുന്നു, പറയാതെ തന്നെ എത്തി. പിന്നീട് ആ ശക്തിയിന്മേൽ അൻവർ പറഞ്ഞത് 1,00,000 ആളുകളെ എത്തും, പുതിയ പാർട്ടി രൂപീകരിക്കും എന്നൊക്കെയുള്ള പ്രഖ്യാപനമാണ്. ഇപ്പോൾ അതൊരു സോഷ്യൽ മൂവ്മെന്റ് ആയി മാറ്റിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് അൻവർ നടത്തുന്നത്. പാർട്ടി പ്രഖ്യാപനത്തിന് നിയമ തടസ്സങ്ങളുണ്ട്. 8 വർഷമായി ഇടതു സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് ജയിച്ച നിയമസഭയിലേക്ക് എത്തുന്ന അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും നിയമ തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. അതിനൊക്കെ അൻവർ മുതിരുമോ എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിൽ നിന്ന് അതൊരു സാമൂഹിക മുന്നേറ്റം എന്ന നിലയിലേക്ക് ഒരു സോഷ്യൽ മൂവ്മെന്റ് ആയി മാറുന്നത്. എന്തായാലും ഇനി 1-2 മിനിറ്റ് മാത്രമാണ് ഈ പൊതുവേദിയിലേക്ക് നമ്മൾ ഈ കാണുന്ന ബാൻഡ് മേളവും ആട്ടും പാട്ടും നൃത്തവും ഒക്കെ കാണുന്ന ഈ പൊതുവേദിയിലേക്ക് PV അൻവറിനെ കാത്ത് അൻവറിനെ കേൾക്കാൻ വേണ്ടി എത്തിയ ജനക്കൂട്ടമാണിത്, ജനസാഗരമാണിത്. അവരിലേക്ക് അൻവർ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. മുഹമ്മദ് ഷഹീദ് കൂടി നമുക്കൊപ്പം അവിടെ നിന്ന് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഷഹീദ്, തമിഴ് പേസുന്ന അൻവറിനെയാണ് ഒതായിൽ കണ്ടത്. DMK നിരീക്ഷകരൊക്കെ തമിഴ്നാട്ടിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന് വരുമെന്ന് കേട്ടിരുന്നു. അവരൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടോ, അതോ ഈ പ്രവർത്തകരും നമ്മൾക്ക് ഈ കാണുന്ന അണികൾ മാത്രമേ ഉള്ളൂ? ഇനി ആ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അറിയൂ. സ്റ്റേജിൽ ഇനി പറഞ്ഞതുപോലെ ആരെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ള DMKയുടെയോ അല്ലാത്തയോ ഉള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ തമിഴ് സാന്നിധ്യം ഉണ്ടാകുമോ എന്നത്, വേദിയിലുണ്ടാകുമോ എന്ന് നമുക്കിനി അറിയേണ്ടത്. പക്ഷേ ഈ സദസ്സിൽ, ഈ പരിപാടി നടക്കുന്ന ഈ സമ്മേളന നഗരിയിൽ ഗൂഡല്ലൂരിൽ നിന്നുള്ള നിരവധി ആളുകൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. അവർ DMKയുടെ പതാക വാനിൽ ഉയർത്തുന്നു, അൻവറിന്റെ പതാക വാനിൽ ഉയർത്തുന്നു. അവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. DMKയുമായി ഇനി ബന്ധമുണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഒരു തമിഴ് വികാരം, പ്രത്യേകിച്ചും ഈ നിലമ്പൂരുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമായ തമിഴ്നാടുമായി ബന്ധമുള്ള ഈ സ്ഥലത്ത് ഒരു തമിഴ് വികാരം തനിക്കൊപ്പം നിർത്താൻ വേണ്ടി അൻവർ ശ്രമിക്കുന്നു. പ്രത്യേകിച്ചും ഗൂഡല്ലൂരിലുള്ള വലിയ ഒരു തമിഴ് മലയാളികളായ ആളുകളുണ്ട്. ഗൂഡല്ലൂരിലുള്ള തമിഴ് വോട്ടർമാരാണെങ്കിൽ പോലും മലയാളികളായ ആളുകളുണ്ട്. അവരുടെയൊക്കെ പിന്തുണ നേടാൻ അൻവർ നടത്തുന്ന നീക്കം, അത് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ തമിഴ് കലർന്ന മലയാളത്തിലൂടെ അങ്ങനെ എല്ലാവിധ തന്ത്രങ്ങളിലൂടെയും അദ്ദേഹം അതൊക്കെ പ്രയോഗിക്കും. എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നുന്നത് ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് വളരെ പെട്ടെന്ന് അൻവറിന് ഇങ്ങനെ സാധ്യമായത്. നമുക്കറിയാം, ഈ സിപിഎമ്മുമായി കൊണ്ടുപോകുന്നത് പുറത്തു വന്നതിന് ശേഷം ആദ്യമായി നിലമ്പൂരിൽ പ്രത്യേകിച്ചും വലിയ അങ്ങനെ ആഹ്വാനമൊന്നുമില്ലാതെ ചെറിയ ഒരു ഗ്രൗണ്ടിൽ നടത്തിയ പരിപാടിയിൽ ഒറ്റയ്ക്ക് ഒരു ടെമ്പോ വാനിന്റെ പിറക് വേദിയാക്കി മൈക്ക് കെട്ടി അൻവർ നടത്തിയ പ്രസംഗം തടിച്ചുകൂടിയ ജനങ്ങൾ. അതിന് പിന്നാലെ കോഴിക്കോട് നടത്തിയ മാമിയാക്ഷി കമ്മിറ്റിയുടെ പരിപാടി ദിവസങ്ങൾക്കുള്ളിൽ വലിയ ആഹ്വാനമോ പ്രചരണമോ നോട്ടീസോ ബോർഡോ ഒന്നുമില്ലാതെ മഞ്ചേരിയിൽ ഈ കണക്കിന് ഏകദേശം ഒരു 5000-ഓളം ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1,00,000 ഒന്നുമുണ്ടെങ്കിൽ പോലും ഇത്തരം ആളുകളെ ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്താൻ അൻവറിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നത്. തനിക്ക് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ പൊതുജന രാഷ്ട്രീയത്തിൽ തനിക്ക് ഇടപെടാൻ കഴിയുമെന്ന് അൻവർ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഏതായാലും അത്
അല്പസമയത്തിനകം തന്നെ മഞ്ചേരിയിലെ പൊതുയോഗ വേദിയിലേക്ക് അൻവർ എത്തും. താൻ നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം DMK-യുടെ ചില പ്രതിനിധികൾ ഈ മഞ്ചേരിയിൽ ഇന്നലെ രാത്രി മുതൽ പിന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ശരി ഷഹീദ്, അവർ നമുക്ക് പരസ്യമായി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഷഹീദ് നിൽക്കുന്ന ആ പ്രധാന വേദിയിലേക്ക് PV അൻവർ MLA എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. കാറ് നിർത്തിയിട്ടുണ്ട്, അല്പം കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. അവിടെ വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു, മഴയുണ്ട്, പോലീസിന്റെ നിയന്ത്രണങ്ങളുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ. പക്ഷെ എന്തായാലും ആ വേദിക്ക് അരികിലേക്ക് PV അൻവർ MLA എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 5 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ പരിപാടിയാണ്. ഇപ്പോൾ സമയം 6:35 പിന്നിട്ടിരിക്കുന്നു. എന്തായാലും അൻവർ ഇനി എന്ത് പറയും, ആർക്കൊപ്പമായിരിക്കും, ഇനി എങ്ങോട്ടായിരിക്കും അൻവർ, അതൊക്കെ കേൾക്കാൻ വേണ്ടി രാഷ്ട്രീയ കേരളം ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. എന്തായാലും പൊതുവേദിയിലേക്ക് PV അൻവർ MLA എത്തിച്ചേർന്നിരിക്കുകയാണ്.